എടി മേരിയേ, നിങ്ങൾ എവിടെ പോവാ? പള്ളിയിലോട്ട് അച്ഛായ, ഇന്ന് ഞായറാഴ്ച അല്ലയോ? ആ, പറഞ്ഞ പോലെ ഇന്ന് ഞായറാഴ്ച ആണല്ലോ. എന്നാ ഞങ്ങളുണ്ട് പള്ളിയിലേക്ക്. നാട്ടിൽ നിന്ന് വന്നേ പിന്നെ ആഴ്ചയും പക്കൊന്നും അറിയത്തില്ലെന്നേ. ഈ ചെറുക്കനെ താഴോട്ട് ഇറക്കച്ചായ, അവനങ്ങനെ സൂചിച്ചിരിക്കുന്നുണ്ടല്ലോ. അവൻ സൂയിക്കട്ടടി, അവൻ എന്റെ ചെറുക്കനല്ലയോ. അമ്മച്ചിക്ക് അസൂയ വല്യപ്പച്ച. എന്നാത്തിനാ എന്റെ തോളേ കയറി ഇരിക്കാൻ പറ്റാത്തേനോ? ആന്നോടി, നിനക്ക് ഇരിക്കണോടി? ഈ ചെറുക്കന് അടിയുടെ കുറവാ. ഓ പിന്നെ, ഇനി ഇവനെ തൊടാൻ ഒരുത്തനെ ഞാൻ സമ്മതിക്കല. ഈ കൊച്ചന്റെ മൂങ്ങാ പോലിരിക്കുന്നേ മിണ്ടത്തില്ലയോ? അയ്യോ, ഇതെല്ലാം കേട്ടോ എന്റെ ആമാശയത്തിന്റെ അണ്ടർഗ്രൗണ്ട് വരെ വെയിച്ചു പോയല്ലോ. അതെ ഇച്ചായ, ആനിക്ക് അവളുടെ കോഴികളെന്ന് വെച്ചാ വലിയ ജീവനാ. അതെനിക്ക് മനസ്സിലായി. ഞാൻ ഇവളുടെ കോഴിയെ പിടിച്ച് നിന്നൊന്നും ഇവക്ക് പിടിച്ചിട്ടില്ല. നീ കൊച്ചേ, നിന്നെക്കാൾ ഇഷ്ടമാ ചാണ്ടിക്ക് കോഴിയെ. ഒരു വ്യത്യാസമുള്ളൂ, നീ വളർത്തുന്നു, ഞാൻ തിന്നുന്നു. വേറൊരു വലിയ സത്യം ഞാൻ കൊച്ചിനോട് പറയട്ടോ. ഞാൻ ആരുടെ കൊച്ചൊന്നുമല്ല. പിന്നെ ഭൂമിയിൽ നിന്ന് പൊട്ടിമുളച്ച് വന്നാന്നോ? കെറിവിക്കാതെ മോളെ, ഒരു കാര്യം മനസ്സിലാക്ക. ഈ ലോകത്തുള്ള സകല പച്ചക്കറികളും സകല കിളികളും സകല മീനുകളും സകല മൃഗങ്ങളും എന്ന് വേണ്ട സകല ചരാചരങ്ങളും മനുഷ്യന് തിന്നാൻ വേണ്ടി ദൈവം തമ്പുരാൻ ഉണ്ടാക്കിയതാ. എങ്കിതാ പോന്ന പട്ടി പിടിച്ചങ്ങ് തിന്നും. ചാണ്ടി പട്ടിയെ തിന്നിട്ടുണ്ട്. മോക്കറിയോ, മൂത്രാശയ സംബന്ധമായ സകല രോഗങ്ങൾക്കും പട്ടിയിറച്ചി അതിവിശേഷമാണ്. കുറച്ച് സംഘടിപ്പിക്കട്ടോ.